അമേരിക്കൻ ഭൂഖണ്ഡത്തെ ആകെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഹൗസാങ് 17 ICBM എന്ന മാരകായുധവുമായി ഉത്തര കൊറിയയും ലോകം മുഴുവൻ ചുട്ടരിക്കാൻ ശേഷിയുള്ള റഷ്യയുടെ സാത്താൻ 2വുമായി പുടിനും DF-41 ICBM എന്ന മാരകായുധവുമായി ചൈനയും ഇങ്ങനെ കാത്തുരക്ഷിക്കുമ്പോൾ ഇറാനെ എങ്ങനെയാണ് ഇസ്രായേലിന് ആക്രമിച്ച് കീഴടക്കാനാകുക? ഇറാനെ നശിപ്പിക്കാൻ പഠിച്ച പണി 18 ചെയ്തിട്ട് ഇനി ഒരു കാര്യവുമില്ല. ഈ ത്രയങ്ങൾ ഇസ്രായേലിനെ ചുട്ട് ചാമ്പലാക്കുക തന്നെ ചെയ്യും. ലോകത്തിന് പോലും അറിയാത്ത റഷ്യയുടെ ആയുധങ്ങളായിരിക്കും ഇനി ഇസ്രായേലിൽ തീതുപ്പാൻ തുടങ്ങുക. പോയി അമേരിക്കയുടെ കാൽ പിടിച്ചാലും കാര്യമൊന്നുമില്ല. യുദ്ധത്തിലേക്ക് റഷ്യയും ഉത്തര കൊറിയയും ചൈനയും അടക്കമുള്ള കരുത്തന്മാർ കടന്നു വരുന്നതോടെ പോയി തടി തപ്പുകയാണ് അമേരിക്ക. നമുക്ക് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കാം. കഴിഞ്ഞ 3 വർഷമായി ലോകത്ത് നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആയുധബലം നൽകിയ രാജ്യമാണ് ഇറാൻ. അമേരിക്കയുടെ ആജ്ഞയനുസരിച്ച് കഴിയുന്നില്ല എന്നൊരൊറ്റ കാരണം ചൂണ്ടിക്കാട്ടി ലോകം നടപ്പിലാക്കിയ ഉപരോധങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിട്ടവർ. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഉത്തര കൊറിയയും ചൈനയും കൂടി ചേർന്നതോടെ അമേരിക്കൻ വിരുദ്ധ ചേരി വളരെ ശക്തരായി മാറിയിരിക്കുകയാണ്. അവരെയാണ് ഇന്ന് അമേരിക്കയും ആത്മമിത്രം ഇസ്രായേലും നേരിടാൻ പോകുന്നത്. ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ റഷ്യയുടെയും അതുപോലെ ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ഒക്കെ കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞു. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി 10,000-കണക്കിന് ഡ്രോണുകളാണ് ഇറാൻ റഷ്യയ്ക്ക് നൽകിയത്. ഇതിന് പകരമായി ഇറാന് റഷ്യ എന്തൊക്കെയാണ് കൊടുത്തത് എന്ന കാര്യം ലോകത്തിന് ഇന്നും അറിയില്ല. അമേരിക്ക ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞപ്പോഴും നെഞ്ചു വിരിച്ചു നിന്ന ഇറാൻ അമേരിക്കയുടെ ഭീഷണിയെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതോടെയാണ് അമേരിക്കയ്ക്ക് റഷ്യ എന്തായിരിക്കും ഇറാന് നൽകിയിട്ടുണ്ടാകുക എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ ലോകം റഷ്യയെ ഉപരോധിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ കൂടെ നിൽക്കാൻ മനസ്സു കാണിച്ച രാഷ്ട്രം കൂടിയാണ് ഇറാൻ എന്നോർക്കണം. സമാന സ്ഥിതിയിലുള്ള 2 കൂട്ടർ ഒന്നിക്കുക മാത്രവുമല്ല, ഇതിനോടകം തന്നെ അമേരിക്കയുടെ ഗുഡ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ചൈനയും ഉത്തര കൊറിയയും കൂടി ആ സഖ്യത്തിലേക്ക് എത്തിയപ്പോൾ അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും അമേരിക്കയുടെ ശിങ്കിടിമാർക്കൊന്നും തന്നെ പ്രതിരോധിക്കാൻ പറ്റാത്ത വലിയ ശക്തിയായി അവർ പരിണമിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അവരോടാണ് ഇന്ന് ഇസ്രായേൽ വെല്ലുവിളിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ സഖ്യത്തിന്റെ നിലപാട് പ്രകടവുമാണ്. റഷ്യയ്ക്ക് നിർണായക സൈനിക വിതരണക്കാരനാണ് ഇറാൻ. ഉക്രൈനിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന 100 കണക്കിന് ഷഹിദ് സീരീസ് ഡ്രോണുകൾ നൽകിയത് ഇറാനാണ്. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയിലേക്ക് മാറ്റുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഡ്രോൺ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ക്രിമിയയിൽ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. സൈനിക സഹായത്തിനപ്പുറം ഇറാന്റെ പിന്തുണയും വ്യാപകമായിരുന്നു. റഷ്യയെ അപലപിക്കുന്ന UN പ്രമേയങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുകയും പാശ്ചാത്യ ആക്രമണത്തിനെതിരായ പ്രതിരോധ നടപടിയായി അധിനിവേശത്തെ രൂപപ്പെടുത്തുകയും നയതന്ത്ര പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത രാഷ്ട്രമാണ് ഇറാൻ. പലപ്പോഴും റഷ്യയ്ക്ക് നിർണായകമായ സൈനിക വിതരണക്കാരനായിട്ടാണ് ഇറാൻ വന്നിട്ടുള്ളത്. നയതന്ത്ര പിന്തുണയിൽ നിന്ന് നേരിട്ടുള്ള സൈനിക സഹായത്തിലേക്ക് ഉത്തര കൊറിയയുടെ ഇടപെടലും വളർന്നിരുന്നു. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഉത്തര കൊറിയ എങ്ങനെയാണ് റഷ്യയെ സഹായിച്ചതെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഉത്തര കൊറിയയിലെ ചുണക്കുട്ടികളാണ് ഉക്രൈനിലെ സൈനികർക്ക് വലിയ ഭീഷണിയായി മാറിയിരുന്നത്. പോങ്യോങ് റഷ്യയ്ക്ക് ദശലക്ഷക്കണക്കിന് പീരങ്കി ഷെല്ലുകളും ബാലിസ്റ്റിക് മിസൈലുകളും നൽകിയിട്ടുണ്ടായിരുന്നു. ഉത്തര കൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് വിന്യസിച്ചിട്ടുണ്ടെന്നും ചിലർ ഉക്രൈൻ യുദ്ധപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. പരസ്പര പ്രതിരോധ വ്യവസ്ഥ ഉൾപ്പെടുന്ന 2024 ഒരു ഉടമ്പടിയിൽ ഔപചാരികമാക്കിയ വിശാലമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായിരുന്നു ഈ സൈനിക പിന്തുണ. പാശ്ചാത്യ ഉപരോധങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ ചൈനയാകട്ടെ റഷ്യയ്ക്ക് ഗണ്യമായ സാമ്പത്തിക സാങ്കേതിക പിന്തുണയും നൽകിയിട്ടുണ്ട്. റഷ്യയിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയിൽ മൈക്രോ ചിപ്പുകൾ, ഡ്രോൺ ഘടകങ്ങൾ, യന്ത്ര ഉപകരണങ്ങൾ തുടങ്ങി ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുന്നു. അവ റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തിൽ നിർണായകവുമാണ്. ചൈന നേരിട്ട് മാരകമായ സഹായം നൽകിയിട്ടില്ലെങ്കിലും അതിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുകയാണ് ചെയ്തത്. ഉഭയകക്ഷി വ്യാപാരം റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തി. ചൈനയുടെ നിലപാട് ഒരു സന്തുലിത നടപടിയിലൂടെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് കാരണമായേക്കാവുന്ന പരസ്യമായ സൈനിക ഇടപെടൽ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയായിരുന്നു ചൈന ചെയ്തത്. ആപത്ത് കാലത്ത് റഷ്യയ്ക്ക് സഹായം എത്തിച്ച ഇറാനൊപ്പം നിൽക്കുക എന്നതാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളുടെ ഉത്തരവാദിത്തം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമായതിനാൽ റഷ്യയുമായി ഒരു യുദ്ധപ്രഖ്യാപനം നടത്താൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യവും തയ്യാറുമല്ല.
ഉക്രൈൻ യുദ്ധത്തെ റഷ്യ സൈനികർക്കുള്ള ഒരു പരിശീലനമായി കാണുന്ന വ്ളാഡിമിർ പുടിന്റെ മാനസികാവസ്ഥയല്ല ഇറാനും ഇസ്രായേലിനും ഉള്ളത്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇപ്പോൾ നടക്കുന്ന പോരാട്ടം നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. അമേരിക്ക ഇതുവരെ ഇസ്രായേലിന് വേണ്ടി യുദ്ധമുഖത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിലും അമേരിക്കൻ ചേരിയുടെ വലിയ സാങ്കേതിക സഹായങ്ങൾ അവർക്ക് തീർച്ചയായും ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ ഇറാനെ സംബന്ധിച്ച് ആ രാജ്യം ഒറ്റയ്ക്കാണ് പോരാടുന്നത്. സ്വയം നിർമ്മിച്ച ആയുധങ്ങളും മരണത്തെ ഭയക്കാത്ത സൈന്യവുമാണ് ഇറാന്റെ പ്രധാനപ്പെട്ട കരുത്ത്. ഈ കരുത്തിലേക്ക് റഷ്യയിൽ നിന്നെത്തിയ ആയുധങ്ങളും കൂടി ചേരുമ്പോൾ ഇറാൻ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ചൈനയുടെയും സൈന്യം അവർക്കരികിലേക്ക് എത്താൻ സാധ്യതയുമുണ്ട്. ഡ്രോണുകൾ നൽകിയ ഇറാന് അത്യാധുനിക ആയുധ ശേഖരണങ്ങൾ നൽകിയാണ് റഷ്യ സഹായിച്ചതെന്നാണ് മൊസാദ് ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത്. ഇറാന്റെ ആത്മവിശ്വാസം കൂടാൻ ഇതൊരു പ്രധാന കാരണമാകാൻ തന്നെയാണ് സാധ്യത. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാനെ പോയി ചൊറിഞ്ഞതിൽ നാണം കെട്ടിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ആർക്കും തടുക്കാൻ കഴിയില്ലെന്ന് അവർ ലോകത്തെ വിശ്വസിപ്പിച്ചിരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടാണ് ഇറാന്റെ പ്രതികാര നടപടി ഇസ്രായേലിലെത്തിയത്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ ഉടനീളം പതിച്ചത് അങ്ങനെയാണ്. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന് ഇറാൻ സൈന്യവും വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ ആക്രമണങ്ങളെയും US സമ്മർദ്ദത്തെയും ചെറുക്കാനുള്ള ഇറാന്റെ കഴിവ് ശക്തിപ്പെടുത്തുന്നതിനായി റഷ്യ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് S-300 പോലുള്ളവ, നിരീക്ഷണ ഉപകരണങ്ങൾ, സൈബർ ഇന്റൽ പിന്തുണ എന്നിവ നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ നടപടികളെ അപലപിക്കുകയും ചർച്ചകൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നയതന്ത്ര പരിരക്ഷയും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചൈന നേരിട്ട് ആയുധങ്ങൾ കൈമാറുന്നില്ലെങ്കിലും വലിയ സഹായം ഇറാന് നൽകുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന ഇരട്ട ഉപഭോഗ വസ്തുക്കൾ, അതായത് മൈക്രോ ചിപ്പുകൾ, സെൻസറുകൾ, ജാമറുകൾ എന്നിവ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാണ് ചൈന. കൂടാതെ മേഖലയിലെ US സ്വാധീനം പരിമിതപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയുമാണ്. അടുത്തത് ഉത്തര കൊറിയയാണ്. ചരിത്രപരമായി തന്നെ ഇറാനെ രഹസ്യമാർഗങ്ങളിലൂടെ ആയുധമാക്കുന്ന മിസൈൽ പ്രത്യേക പ്രവർത്തന വൈദഗ്ധ്യം നൽകി ഉത്തര കൊറിയയും ഇറാനൊപ്പം തന്നെ അണിനിരന്നു. ഈ ത്രയങ്ങൾ ഒരുക്കിയ പത്മവ്യൂഹം ഭേദിച്ച് മാത്രമേ ഇറാനെ തകർത്ത് തരിപ്പണമാക്കുകയെന്ന നിലപാട് ഇസ്രായേലിനും അതുപോലെ അമേരിക്കയ്ക്കും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആണവായുധം എപ്പോഴും കൂടെ കരുതുന്ന റഷ്യയോട് നേരിട്ട് മുട്ടുക എന്നത് അമേരിക്കയ്ക്കും അതുപോലെ ഫ്രാൻസിനും ഒന്നും തന്നെ ചിന്തിക്കാനാകുന്ന കാര്യമല്ല. അതുകൊണ്ട് കേവലം പ്രസ്താവനകളിൽ ഒതുക്കി യുദ്ധത്തിൽ നിന്ന് അകന്നു നിൽക്കാനാണ് അവർ തയ്യാറായിരിക്കുന്നത്. ഇതോടെ ഇസ്രായേൽ വിറച്ചു തുടങ്ങി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമേരിക്കയെ യുദ്ധത്തിലിറക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ നീക്കം നടത്തിയതായി ഒരു വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നതും ഈ നാടകത്തിന്റെ അടിസ്ഥാനമാണ്. ട്രംപിനെ പ്രകോപിപ്പിച്ച് അമേരിക്കയെ യുദ്ധത്തിലിറക്കുക എന്നതാണ് ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇറാൻ കടന്നിട്ടില്ല. ട്രംപും നെതന്യാഹുവും പ്ലാൻ ചെയ്ത ആക്രമണമാണ് ഇറാന് നേരെ നടന്നിരിക്കുന്നത് എന്നാണ് ഇറാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപും അമേരിക്കയും അവരുടെ ടാർഗറ്റ് തന്നെയാണ്. ഇസ്രായേലിന്റെ ഒപ്പം കൂടി ആക്രമിക്കാൻ ശ്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും തകർത്ത് കളയുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിലെ ഇറാന്റെ പ്രതികാരത്തിന്റെ ആഴമറിഞ്ഞ അമേരിക്ക ആ സാഹസത്തിന് ഇനി മുതിരുമോ എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ ഇറാനെ തൊടുന്നതിൽ അമേരിക്കയ്ക്ക് എന്തോ പന്തികേട് തോന്നിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. ഇറാനു നേരെ ആണവായുധം പ്രയോഗിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചാൽ അത് സംഘർഷത്തിലേക്ക് നേരിട്ട് റഷ്യയെ കൊണ്ടുവരുന്നതിന് തുല്യമായിട്ടാണ് മാറുക. പിന്നെ ഭൂപടത്തിൽ തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകണമെന്നില്ല. ഇസ്രായേൽ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം നിരന്തരമായിട്ട് റഷ്യയുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയാകുന്ന സാഹചര്യവും ഇറാന് നേരെ ആണവായുധം പ്രയോഗിക്കാനുള്ള നീക്കവും ഉണ്ടാവുകയാണെങ്കിൽ രംഗത്തിറങ്ങാൻ പോകുന്നത് റഷ്യയുടെ ചുണക്കുട്ടികളാണ്. ഇക്കാര്യം ട്രംപിനെയും പുടിൻ അറിയിച്ചു കഴിഞ്ഞു. അതോടുകൂടിയാണ് ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് മലക്കം മറിഞ്ഞത്. അമേരിക്ക ഇപ്പോൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.